രണ്ട് രാജ്യങ്ങളിലാണ് പോകുന്നത് അല്ലെ? അതെല്ലാം പോട്ടെ, ആദ്യമേ ഹാഫ് സെഞ്ചുറി കഴിഞ്ഞതുകൊണ്ട് മുട്ടുവേനൊന്നും എടുക്കാതിരിക്കാൻ ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങി തന്ന ഷൂ ആണ്. പിടിച്ചോ. പക്ഷെ നമ്മള് രാത്രിയൊക്കെ ഇറങ്ങി നടക്കുമല്ലോ. മേ ബി വേൾഡിലെ തന്നെ വൺ ഓഫ് ദ സേഫസ്റ്റ് കൺട്രി അത്. അതുകൊണ്ട് പിന്നെ നമ്മള് രാത്രി ഇറങ്ങി നടക്കുമല്ലോ. തുടങ്ങി. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മളൊരു ലോങ് പ്രോപ്പർ ട്രാവൽ സീരീസ് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ഓർമ്മയുള്ള പണ്ടൊക്കെ കാണുന്നവർക്ക് അറിയാം, നമ്മൾ അങ്ങനത്തെ ട്രിപ്പിന് മുമ്പ് ഒരു പാക്കിംഗ് വീഡിയോ ഇപ്പൊ കുറെ ആയാലും അങ്ങനെ ഒന്നും ചെയ്തിട്ട്. സോ ഒരു പാക്കിംഗ് ആൻഡ് പ്രിപ്പറേഷൻ വീഡിയോ ആയിരിക്കും. അതിന് മുമ്പ് സിംബേനെ ഒന്ന് കുളിപ്പിക്കണം, അതിന് വേദുവിനെ കുളിപ്പിക്കണം, അത് കഴിഞ്ഞിട്ട് പ്രിയനെ പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. ആൻഡ് കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ വീഡിയോന്റെ ഇടയ്ക്ക് പറയാം. സോ വെൽക്കം ടു ആൻ അമേസിംഗ് ട്രാവൽ സീരീസ്. ഇതിന് തൊട്ട് ഡെയിലി വീഡിയോസ് കാണും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ അല്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ ട്രാവൽ തുടങ്ങുമ്പോൾ ഡെയിലി വീഡിയോ കാണും. നിങ്ങൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. We'll try to entertain you. We'll try to bring you new things and lot of happiness in the morning itself. സിംബേനെ കുളിപ്പിക്കാനായിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടാ. വേദുവിന്റെ പുതിയ സൈക്കിൾ ഇത് ഹാപ്പി ഓടിച്ചു തുടങ്ങി. പിന്നെ വെറുതെ ഷോ ആണ്. പോയി കുളിപ്പിക്ക്. ഇല്ലെങ്കിൽ ഞാൻ കുളിപ്പിച്ചോളാം. എന്നാ പോ. കൊറേ നാളായാലും ഞങ്ങളെല്ലാരും സിംബേനെ കണ്ടിട്ട് എന്നെ പോലെ തന്നെ തടിയരായി. ഞങ്ങൾ ഇപ്പോഴും വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വലിയ ഫ്ലീന്റെ ശല്യമൊന്നും ഇല്ല. അവന് ഫ്ലീന്റെ ഒരു ടാബ്ലറ്റ് കൊടുക്കും, അത് ഞാൻ മറന്നുപോയി. ഞങ്ങൾ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഷാമ്പു ആണ്, ഈ എറീനയുടെ ഷാമ്പു. ഈ സിംബയ്ക്ക് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഇവനെ കുളിപ്പിക്കാൻ ഭയങ്കര പാടാണ്. ഇവനെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളും കുളിപ്പിക്കേണ്ടി വരും. അടങ്ങി ഇരിക്കുന്ന ഒരു പരിപാടിയില്ല. ഇത് കഴിഞ്ഞിട്ടുള്ള പണി, ഇതിനെ കാട്ടി ഷാമ്പു വേണം വേദുവിനെ കുളിപ്പിക്കാൻ. ഓക്കെ, ഇതൊരു 1 മണിക്കൂറിന്റെ സംഭവം ആട്ടെ. ഷാമ്പു ഇട്ട് കുളിപ്പിച്ച് ചെവി ക്ലീൻ ചെയ്ത് അതിനുള്ള സ്പ്രേ വേറെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഇവന്റെ ഒരു വാക്യൂമിങ് സംഭവം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് കാണണ്ട, സ്പ്രേ കഴുത്തിലിടുന്നതല്ല, ചെവിയിലിടുന്നതാ. ഓക്കെ, അപ്പൊ ഞാൻ ഷാമ്പു ഇട്ട് ഒരു ഹാഫ് ആൻ അവർ നിർത്തിയിട്ട് ഇനി അടുത്തത് സിംബയുടെ ഇയർ ക്ലീനിങ് ആണ്. ഇതാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി അവന്റെ ചെവിയിലൊന്നും അങ്ങനെ കാര്യമായിട്ട് അഴുക്ക് വരാറില്ല, പക്ഷെ ഒരു നല്ല സ്മെല്ല് വരും ഇവരുടെ ചെവിന്ന് ഈ സംഭവം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. വേദു വെള്ളം, ഈ കിണറിലെ വെള്ളം മൊത്തം തീർക്കും കേട്ടോ. ഇന്ന് കിണറുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അമ്മയുടെ ആർട്ട് വർക്ക് ആണ് കേട്ടോ കിണറിൽ ചെയ്തത്. ഇപ്പൊ വീടിന്റെ പെയിന്റിങ് പ്രോസസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. സോ കുറച്ച് അല്ലറ ചില്ലറ പണിയുണ്ട്, നമ്മുടെ മോഡിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ പയ്യെ കാണിക്കാം. ഇനി നമ്മുടെ കയ്യിൽ 2 ടൈപ്പ് സ്പ്രേ ഉണ്ട്. ഇത് നമ്മൾ കൊളോൺ സ്പ്രേ ആണ്. കുറച്ച് വെറ്റ് ഹെയറിൽ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് ഈ മണം നിൽക്കും. അതല്ലാതെ ഡ്രൈ ഷാമ്പൂ ഒക്കെ വേറെ ഉണ്ട്. സ്പ്രേ അടിക്കും സിംബയ്ക്ക്. കുളിച്ചിട്ട് അവന് ക്ഷീണമായി കണ്ട. ഏത് വഴി വേണമെങ്കിലും അടിച്ചോ. നോക്കട്ടെ, കണ്ണിലടിക്കണ്ട. ഇങ്ങനെ അടിച്ചോ, ഇങ്ങനെ. മാറും. ഞാൻ പിടിക്കുന്നൊന്നുമില്ല. എന്ത് കിട്ടിയാ? സിംബയ്ക്ക് അടിക്കുന്നൊക്കെ ഉണ്ടോ? ഗൈസ്, വേദുവാണ് വ്ളോഗ് ചെയ്യുന്നത്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഫ്രെയിം ഔട്ട് ആയാൽ ക്ഷമിക്കുക. Okay, now you smell really good, Simba. Goodbye. Oh, Shaka. ഇത് മാത്രം അവനറിയാം, ഒരു ട്രെയിനിങ്ങും ഇല്ല കേട്ടാ. തോന്നിവാസിയാണ്, പക്ഷെ ഷേക്കാൻ മാത്രം അവന് കൊഞ്ചുമ്പോ ചെയ്യാൻ അറിയാം. ഓക്കെ, ഡൺ. ഇനി ഉണങ്ങിയിട്ട് ഞാൻ ഇവനെ വാക്യൂം ഒന്ന് ചെയ്യണം. അപ്പൊ ഗൈസ്, ഇനി സിംബയുടെ ഗ്രൂമിംഗ് ടൈം ആണ്. ഇതാണ് അഗാരോന്റെ പെറ്റ് ഗ്രൂമിംഗ് ആൻഡ് വാക്യൂം ക്ലീനർ കിറ്റ്. ഇത് ആദ്യമേ ഫിക്സ് ചെയ്യുന്ന കാണാം. ഇത് അവരുടെ മെയിൻ യൂണിറ്റ്. ഇത് അവരുടെ ഡസ്റ്റ് കളക്ഷൻ ബോക്സ്. ഇത് ജസ്റ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലോക്കിനോ വേറെ കാര്യമായിട്ടൊന്നുമില്ല. ബാക്കിൽ ഇവിടെ പവർ കോഡ് എടുത്ത് കുത്തുക. ഇത് പവർ കോഡ് കുത്താനുള്ള സ്ഥലമാണ്. ജസ്റ്റ് പവർ കോഡ് കുത്തുക. ആൻഡ് ഫൈനലി ഇതിന് നമ്മുടെ ഓസ്
അത് ഇവിടെ കണക്ട് ചെയ്യാം. ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ അറ്റത്ത് നമുക്ക് ഇഷ്ടമുള്ള അറ്റാച്ച്മെന്റ് ചെയ്യാം. ഞാൻ ആദ്യമേ ഇവന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മസാജിങ് ബ്രഷാണ് കുത്തുന്നത്. ഇതിന്റെ പവർ ഹോൾ ഉണ്ട്. ആ പവർ ഹോളും ഇതിന്റെ അകത്തുള്ള ഹോളും അലൈൻമെന്റിൽ തന്നെ കുത്താൻ നോക്കുക. ആൻഡ് വി ആർ റെഡി ഗൈസ്. അപ്പൊ ഇതിൽ 5 ടൈപ്പ് ബ്രഷസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഞാൻ ഓരോന്ന് റഫായിട്ട് പറഞ്ഞുതരാം. ഇതാണ് സിംബയുടെ ഫേവറേറ്റ്, നമ്മുടെ മോഡലിന്റെ ഫേവറേറ്റ്, അതായി അടുത്ത് വന്ന് നിൽക്കുന്നത്. ഇത് മസാജ് ബ്രഷ് ആണ്. സോ ഇത് നമ്മുടെ ഡോഗിന്റെ ഹെയർ സ്റ്റിമുലേറ്റ് ചെയ്യാനും അവർക്ക് ബേസിക്കലി ഒരു റിലാക്സിങ്, ഒരു സ്പാ ചെയ്യുന്ന ഫീലിംഗ് ആണ് മസാജ് ബ്രഷ്. പിന്നെ രണ്ടാമത്തത് എനിക്ക് ഏറ്റവും പേഴ്സണലി യൂസ്ഫുൾ ആയിട്ടുള്ള ഇതൊരു സ്ലീക്കർ ബ്രഷ് ആണ്. ഇത് നമുക്ക് സാധാരണ ഇത് തന്നെ നമ്മൾ ഡോഗ്സിന് ഹെയർ റിമൂവ് ചെയ്യാനും എക്സസ് ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പ്ലസ് അവർക്കൊരു മസാജിങ് ഫീലിംഗും വരും. അതിൻ്റെ കൂടെ ഇതിൽ വാക്യൂം ഫീച്ചറും കൂടെ ഉള്ളത് കൊണ്ട് ഹെയർ നന്നായി ഇത് അബ്സോർബ് ചെയ്യും. വേറെ എവിടെയും പറന്നൊന്നും നടക്കില്ല. സോ ദിസ് ഇസ് ദ പേഴ്സണലി മൈ മോസ്റ്റ് ഫേവറേറ്റ് വൺ. ഇത് ഒരു സർപ്രൈസ് അഡീഷൻ ആയിരുന്നു. നമ്മുടെ ഡോഗിന്റെ ഹെയർ ട്രിമ്മർ ആണ് ഇത്. പക്ഷെ നമ്മൾ കെയർഫുൾ ആയി ഉപയോഗിക്കുക. കാരണം കറക്റ്റ് ആംഗിളും കറക്റ്റ് ലെങ്ത്തും അല്ലെങ്കിൽ ഓബിയസ്ലി ഡോഗിന്റെ സ്കിന്നിൽ കൊണ്ടുകഴിഞ്ഞാൽ വേനിക്കും. ഇതിൽ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലിപ്സും അവൈലബിൾ ആണ്. ഇത് ഗ്രൂമിംഗ് ബ്രഷ് ആണ്. ഇത് ബേസിക്കലി സമ്മേഴ്സിലൊക്കെ അവരുടെ കോട്ടിന് ഒരു ഫ്രഷ്നെസ് കൊടുക്കാനും പിന്നെ എക്സസ് ആയിട്ട് ഷെഡിങ് ഉണ്ടെങ്കിൽ അത് മാറ്റാനും ബേസിക്കലി ഒരു എന്താ പറയുക, നമ്മൾ കുളിപ്പിക്കാത്ത ദിവസങ്ങളിൽ അവർക്ക് വേറെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് നന്നായി എയർ സർക്കുലേറ്റ് ചെയ്യും. സോ ദിസ് ഇസ് ആക്ച്വലി ഗ്രൂമിംഗ് ബ്രഷ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഡെയിലി ആണെങ്കിലും ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് നമ്മുടെ കാർപ്പറ്റ്സും ഫേർണിച്ചേഴ്സിനൊക്കെ ഇവരുടെ ഹെയർ പൊഴിയുമ്പോൾ നമ്മൾ എന്തായാലും വീട്ടിലൊക്കെ ഹെയറും ഇവരുടെ ഫറും കാണും. അത് റിമൂവ് ചെയ്യാനുള്ള റോളറാണ് ഈ ഒരു അറ്റാച്ച്മെൻറ്റ്. ഫൈനലി ഇത് നമുക്ക് ബ്രഷ് ചെയ്യാൻ ആക്ച്വലി ഈ മൂലയിലൊക്കെ എവിടെയെങ്കിലും കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതുപോലെ തുറക്കാം ആൻഡ് വാക്യൂമായിട്ട് ഉപയോഗിക്കാം. അഴുക്കൊക്കെ നമുക്ക് ഇത് വെച്ച് ബ്രഷ് ചെയ്തും കളയാം. സോ ഇത് 5 അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ ഒരു പെറ്റ് ഓണറിന് കംപ്ലീറ്റ് സൊല്യൂഷനാണ് ഈ അഗാരോൻ്റെ പെറ്റ് ഗ്രൂമിങ് ആൻഡ് വാക്യൂം. ഓൺ ചെയ്യും. ഓക്കെ. ഇതിൽ 3 ലെവൽസ് ആണ്. ലെവൽ 1 കാറ്റിനും ചെറിയ ഹെയർ ഉള്ളതും, ലെവൽ 2 നമ്മുടെ സിംബനെ പോലത്തെ ഡോഗ്, ലെവൽ 3 ഒരുപാട് ഹെയർ ഉള്ള ഡോഗാണ്. പവർ ബട്ടൺ ഇത് ലെവൽ 2, ലെവൽ 3 ആൻഡ് ലെവൽ 1. ഇതിൽ 2 സ്റ്റേജ് ഹെപ്പ ഫിൽറ്റർ ആണ് വരുന്നത്. സോ ഓൾമോസ്റ്റ് 99.99% ഡസ്റ്റും ഹെയറും എല്ലാം കളക്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്തുള്ള വേറെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിൽറ്ററും കൂടെ ഉള്ളതുകൊണ്ട് വേറെ ഈ മുടി കെട്ടിക്കിടക്കുകയോ ടാങ്കിൾഡ് ആവുമോ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടാവുന്നതായിരിക്കില്ല. ഇതിൻ്റെ ഈ കളക്ഷൻ ബിൻ 2.5 ലിറ്റർ വോളിയം വരെ കളക്ട് ചെയ്യും ഡസ്റ്റ്. ഈ പ്രോഡക്റ്റിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ക്യാരി ചെയ്യാം. പിന്നെ നോയ്സ്ലെസ് ആണ്. ഡോഗ്സിന് അറിയാലോ സൗണ്ട് ഭയങ്കര വിഷയമാണ്. വളരെ ലോ നോയ്സ് ആണ്. സോ ഇറ്റ് ഇസ് വെരി സൂതനിങ് ഫോർ ദ പെറ്റ് ഓൾസോ. എന്തായാലും നിങ്ങൾ പെറ്റ് ഓണറാണെങ്കിൽ ഇത് വാങ്ങുക. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പ്രോഡക്റ്റ് ടാഗ് ചെയ്യാം. സോ ഡെഫിനറ്റ്ലി ടു ട്രൈ ദിസ് ഔട്ട്. പ്രോഡക്റ്റിന് വാറണ്ടി ഒക്കെ അവൈലബിൾ ആണ്. എന്തായാലും ബാക്കി പാക്കിംഗ് നമ്മുടെ ട്രിപ്പ് തുടങ്ങുവാണ്. ഹലോ പ്രിയ മാഡം. രാത്രി 12 മണിക്കുള്ള പാക്കിംഗ് നാളെ ആക്ച്വലി 12 മണിയായി കഴിഞ്ഞ് ഇന്ന് പോവാ. വല്ല ആയാ ഇത് ആക്ച്വലി ഫസ്റ്റ് തന്നെ ഇതിപ്പോ ഞാനാണ്. ഇത് കംപ്രസ് പാക്കിംഗ്. അതൊന്ന് എടുത്തേ, ജസ്റ്റ് കവർ ജസ്റ്റ് ഒന്ന് പൊക്കി കാണിച്ചേ. ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു 7 ജാക്കറ്റ്സും സ്വെറ്റേഴ്സും എല്ലാം കൂടി ഉണ്ട്. അത് സാധാരണ പോലെ പാക്ക് ചെയ്താൽ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതേ. അതിൻ്റെ പമ്പ് വാക്യൂം ഒരു കവറാണ്, പല സൈസിലുണ്ട്. സോ ഞാൻ പ്രിയ വേദു എല്ലാവരുടെയും ഇങ്ങനെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് വിൻ്റർ ക്ലോത്ത്സ് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആൾക്കാർ പറയും ലൈറ്റായിട്ട് ട്രാവൽ ചെയ്തുകൂടെയെന്ന്. ട്രാവൽ ചെയ്ത് നമ്മൾ വ്ളോഗ് എങ്ങനെ കളർഫുൾ ആക്കും? നമ്മൾ വെറുതെ സ്ഥലം കാണാൻ കൂടെ അല്ലല്ലോ പോകുന്നത്, ആൾക്കാരെ എന്റർടൈൻ ചെയ്യാനും കളർഫുൾ ആക്കാനുമാണല്ലോ പോകുന്നത്. ഞങ്ങൾക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നതിന്റെ അതും ഓൾമോസ്റ്റ് ഒരു മാസം ഇല്ലേ. എങ്ങനെ നമ്മൾ 24 days ഉണ്ട്. എങ്ങനെ അത്രയും ഡ്രസ് കൊണ്ടുപോകും ഈ ഒരു 20 കിലോ പെട്ടിയിലും? അതെ അല്ലേ? അതെ. അപ്പൊ ഇതാണ് നമ്മൾ കണ്ടിരിക്കുന്നതിൽ ആകെ കൂടെ ഉള്ള സൊല്യൂഷൻ. ഇത് വേണ്ട, ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കാം കേട്ടോ വീട്ടിലൊക്കെ. ഞാൻ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയാണ്. ഇതിന്റെ ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാമേ. ഇതില് നമ്മൾ ആക്ച്വലി 2 രാജ്യങ്ങളിലാണ് പോകുന്നത് അല്ലേ? അതെല്ലാം പോട്ടെ, ആദ്യമേ 51st ബർത്ത്ഡേ സെലിബ്രേഷൻ. നമ്മുടെ കഴിഞ്ഞ തവണ അല്ല ഞാൻ പറയുന്നേക്ക്, കഴിഞ്ഞ തവണ നമ്മുടെ യൂട്യൂബില് നമ്മൾ 50th ബർത്ത്ഡേ സെലിബ്രേഷൻ ഇട്ടല്ലോ.
അപ്പൊ യൂട്യൂബ് ഏജ് ഇനിയിപ്പോ അത് തന്നെയാണ്. 51st ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. മൈ ഗോഡ്, ഇന്നൊക്കെ എങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു? സീനിയർ സിറ്റിസൺ ഡിസ്കൗണ്ട് കിട്ടും. അതൊക്കെ മിക്കവാറും കിട്ടാൻ സാധ്യതയുണ്ട്. സോ എന്താ, അതെ, അതിന് മുമ്പ് ബർത്ത്ഡേ ഗിഫ്റ്റ് എവിടെ വെച്ചേ തന്നു, ഇനി ഇല്ലാന്ന് പറയരുത്. ദേ അഡിഡാസ് ഷൂസ്. എന്താ, ഏറ്റവും ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ പ്രിയക്ക് ഇപ്പൊ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ നടന്നപ്പോ അഡിഡാസിന്റെ ഒരു കിഡിലെ ഷൂസ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. എടുത്ത് കാണിക്കുക. എന്താ ഇത്ര പുച്ഛം പ്രിയ? എന്റെ ഫേവറേറ്റ് സാധനം ഞാൻ വാങ്ങി തരുന്നേ. ആ അപ്പൊ തന്നേക്കാ, റിട്ടേൺ അടിക്കാം. ഞാൻ റിട്ടേൺ അടിക്കാം. ആ ഞാൻ വാങ്ങും. അപ്പൊ ഇത് അഡിഡാസിന്റെ ഷൂസ് ആണ്. ഇതും ഞാൻ നോക്കട്ടെ, ഇതിന്റെയും ഞാൻ വേണമെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാം. നിങ്ങൾക്ക് നടക്കാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ നടക്കാൻ ഒരുപാട് നടക്കുന്നവരാണെങ്കിൽ, വേറെ ഒന്നിനുമല്ല, കൂടുതൽ നടക്കാൻ വരാണെങ്കിൽ ഓൺ ക്ലൗഡ് അല്ല, ഇത് അഡിഡാസിന്റെ ആണ്. പക്ഷെ ഈ മോഡൽ നിങ്ങൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ഫീൽ തന്നെയാണ്. ഓൺ ക്ലൗഡിന്, എൻ്റെ ഒരു ഓൺ ക്ലൗഡ് ഇല്ലേ, അതിന് കോമ്പീറ്റ് ചെയ്ത് ഇറക്കിയതാണ് ഈ ഷൂസ്. സോ ഇതും ഞാൻ ഇപ്പൊ നമുക്ക് ഈ യൂട്യൂബില് നമുക്ക് പറയുന്ന പ്രൊഡക്ട്സ് ഒക്കെ ടാഗ് ചെയ്യാം. അപ്പൊ അവർക്ക് ജസ്റ്റ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാമല്ലോ. അപ്പൊ ഇതൊന്നും പെയ്ഡൊന്നും അല്ല, പക്ഷെ ഞാൻ ജസ്റ്റ് ഓരോ പ്രൊഡക്റ്റ് നമുക്ക് ഇഷ്ടമുള്ളത് കാണുമ്പോൾ പറയണ്ടല്ലോ, വേണ്ടവർ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതൊക്കെ ടാഗ് ചെയ്യാം. സോ ഇതാണ് പ്രിയയുടെ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഹാഫ് സെഞ്ചുറി കഴിഞ്ഞതുകൊണ്ട് മുട്ടുവേനൊന്നും എടുക്കാതിരിക്കാൻ ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങി തന്ന ഷൂ ആണ്. പിടിച്ചോ. അപ്പോ പ്രിയയുടെ പാക്കിംഗ് കാര്യമായിട്ട് നമുക്ക് കാണിക്കണം. അപ്പൊ ഇത് തുറക്കുവോ? അത് വേറെ ഒരു കാര്യമില്ലായിരുന്നു. പുതിയ ജാക്കറ്റ്, നമ്മൾ എല്ലാ രാജ്യത്തു നിന്നും കുറെ ജാക്കറ്റ് വാങ്ങി. ഇപ്പൊ ഹോങ്കോങ് നിന്ന് വരെ നമ്മളൊരു വാങ്ങി. അത് കുറച്ച് എക്സ്പെൻസീവ് ജാക്കറ്റാ. അത് ഇതിന്റെ അകത്ത് എവിടെയോ കാണും. അത് കാണിക്കണ്ട, എല്ലാം അവിടെ പോയി പുതിയ കോസ്റ്റ്യൂമായിട്ട് ഒരു പുതുമ കാണിക്കട്ടെ. ഇത് പുതിയതല്ല, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫസ്റ്റ് കൺട്രി വേണമെങ്കിൽ പറയാം. അത് വലിയ സസ്പെൻസ് അല്ലല്ലോ. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ നമ്മുടെ മെയിൻ ട്രിപ്പ് തുടങ്ങുന്നത്. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണ് നമ്മൾ ആ രാജ്യത്തേക്ക് നേരത്തെ പോകുന്നത്, അല്ലേ? എയർപോർട്ടിൽ വെച്ച് പറയാം, അടുത്ത വ്ളോഗിൽ വെച്ച്. പക്ഷെ ആ രാജ്യത്ത് വലിയ തണുപ്പില്ല, അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ലൈറ്റ് ജാക്കറ്റ് ആണ്. എവിടെ ഇല്ല, മേ ബി ഒരു 3-6 വെതറൊക്കെ ചിലപ്പോ വരും. രാത്രി ആയിരിക്കും. പക്ഷെ നമ്മള് രാത്രിയൊക്കെ ഇറങ്ങി നടക്കുമല്ലോ. മേ ബി വേൾഡിലെ തന്നെ വൺ ഓഫ് ദ സേഫസ്റ്റ് കൺട്രി അത്. അതുകൊണ്ട് പിന്നെ നമ്മള് രാത്രി ഇറങ്ങി നടക്കുമല്ലോ. തുടങ്ങി. സ്വിറ്റ്സർലൻഡിലൊന്നും ഈ ജാക്കറ്റ് പറ്റില്ല, അമേരിക്കയിൽ ഈ ജാക്കറ്റ് പറ്റില്ല ഈ ടൈമില്. ഓക്കെ, സോ ദേ ഈ ജാക്കറ്റ് ആയിരിക്കും പ്രിയ 4 ദിവസത്തേക്ക് ഉപയോഗിക്കുന്നത്, അല്ലേ? ആ രാജ്യത്ത് വേറെ ജാക്കറ്റ്സ് ബാക്കിയെല്ലാം ഉള്ളൂ. ബാക്കിയൊക്കെ നല്ല ഹെവി ജാക്കറ്റ്സ് ആണല്ലോ. പിന്നെ ഇതില് ഉള്ള എല്ലാ ഹെവി ജാക്കറ്റ്സ് ആണ്. നിങ്ങളത് ഞാൻ വ്ളോഗ് ചെയ്യുമ്പോ, ആ രാജ്യത്ത് എത്തിയിട്ട് വ്ളോഗ് ചെയ്യുമ്പോ നിങ്ങൾ പറഞ്ഞോ ഇത് ഏതാന്ന്. ഭയങ്കര എക്സ്പെൻസീവ് ജാക്കറ്റ് ആണ്, കിഡ്ലൻ സ്റ്റൈലാണ്. ബ്ലാക്ക് രാജസ്ഥാനിൽ നിന്ന് എടുത്തതാ. സോറി, ഷിംലന്ന് വാങ്ങി. പിന്നെ ഒരു കാര്യമില്ലാതെ H&Mന്റെ മറ്റേ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ ഉണ്ടായിരുന്നപ്പോ ഒരു ബാത്ത് റോബ് പോലത്തെ ജാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അതാണ് അത്. ഇല്ല അത് ഞാൻ പറഞ്ഞില്ലേ നടക്കുന്നതെന്ന് പറയരുത്. സോ അത് അതെ, ബാത്ത് റോബ് പോലത്തെ ഒരു ജാക്കറ്റ് ഉണ്ട്. സോ അത് ഏത് അത് റൂമിന്റെ അകത്ത് ഇട്ട് കിടക്കാനും നല്ലതാ. പുള്ളിത്തേക്ക് ഞാൻ എഴുന്നേക്കാം എന്റെ മൊത്തം എന്റെ കൂടെയോ. അതങ്ങനെ രോമം പോകുന്ന ഒരു സംഭവമാണ്. അതെ, ശരിക്കും. അപ്പൊ അതാണ് പ്രിയയുടെ കുറച്ച് പാക്കിംഗ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ നമ്മള് 2 രാജ്യത്തില് 24 ദിവസത്തെ ട്രിപ്പും കൂടെ ആയത് കൊണ്ട് ആണ് ഇത്രയും ഡ്രസ്സുകൾ വരുന്നത്, അല്ലേ? ഇനി ഒരു കാര്യം, എനിക്ക് അകത്തിടുന്ന മറ്റേ കാഷ്വൽ ഡ്രസ്സസ് ഒന്നും വേണ്ട. ആക്സസറൈസ് ചെയ്യണ്ട. അത് തന്നെ ഒരു 4 കിലോ കുറയും. പിന്നെ വ്ളോഗ് എന്തായാലും കളർഫുൾ ആയിരിക്കണം. അതൊക്കെ അതും ബൂട്ട്സ് എടുക്കുന്നുണ്ട്. ഓക്കെ,
പിന്നെ നമ്മള് അല്ല അത് എടുക്കണ്ട പ്രിയ, അതിന് പകരമാണ് ഞാൻ ഈ അഡിഡാസ് എടുക്കാൻ പറഞ്ഞത്. മതി മതി. ഓക്കെ, ഇതില് ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ പോകുന്ന ഒരു രാജ്യം ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ വിസ കിട്ടിയാലും പ്രിയയുടെ വിസ ഫസ്റ്റ് റിജക്റ്റ് ആയി. റിജക്റ്റ് ആയിട്ട് രണ്ടാമത് അപ്ലൈ ചെയ്തിട്ടാണ് പ്രിയക്ക് കിട്ടിയത്. എനിക്ക് വേദുവിനും ഉടനെ തന്നെ കിട്ടി. പക്ഷെ വിസ ഉണ്ടായാലും ആ കൺട്രി കയറാൻ ആ എയർപോർട്ടിൽ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യൻസിനെ തിരിച്ച് പറഞ്ഞു വിടുന്ന ഒരു രാജ്യമാണിത്. ഏറ്റവും കൂടുതൽ ഇന്ത്യൻസിനെ ലോകത്ത് വിസ കിട്ടിയാലും ആ എയർപോർട്ടിൽ നിന്ന് തിരിച്ച് പറഞ്ഞു വിടുന്ന ആൾക്കാരുള്ള രാജ്യമാണ് ഇപ്പൊ പോകുന്നത്. സോ അത് തന്നെ നമുക്കൊരു ടെൻഷനാണ്. അത് എന്താ കാര്യം എന്ന് എനിക്ക് അങ്ങനെയാണത്. അത് ഞാൻ നാട്ടിലേക്ക്, അതുകൊണ്ട് നമ്മളിപ്പം ഈ ഏത് വഴി, ഇപ്പം ദുബായ് ആണെങ്കിലും ഷാർജ ആണെങ്കിലും സിംഗപ്പൂർ വഴി എവിടെ പോവാണെങ്കിലും അവിടുത്തെ ആൾക്കാർ പറയും, എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ സ്റ്റാഫ് പറയും, നിങ്ങൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഹാൻഡ് ലഗേജിൽ വെച്ചോ. കാരണം ചിലപ്പോൾ നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് അകത്ത് വിട്ടില്ലെങ്കിൽ ഫ്ലൈറ്റ് പിന്നെ ആയിരിക്കുമല്ലോ, ഫ്ലൈറ്റ് ഇമ്മീഡിയറ്റ്ലി തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റ് കാണില്ല. അപ്പൊ നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൈ വെച്ചോളം പറയും. അത്രയും തിരിച്ചു വിടുന്ന ഒരു രാജ്യമാണ്. അവർക്ക് ഇന്ത്യൻസിന് അങ്ങനെയാണ്. അത് ഇന്ത്യൻസിനെ മാത്രമാണ് ഞാൻ കേട്ടിരിക്കുന്നത്. മേ ബി ബാക്കിയുള്ള സബ് കോണ്ടിനെന്റ് കാണുമായിരിക്കും, ലൈക് പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നോൾ. പക്ഷെ ഞാൻ കേട്ടിരിക്കുന്നത് ഇന്ത്യൻസിനെ ഏറ്റവും കൂടുതൽ തിരിച്ചുവിടുന്ന ഒരു രാജ്യമാണ്. നമ്പർ 1. നമ്പർ 2, നമ്മുടെ ഫ്ലൈറ്റ് അതെ 12 മണി അടിച്ചല്ലോ ഇന്നാണ്. അപ്പൊ നമ്മളെ ഒരുപാട് സഹായിച്ച റോയ് ചേട്ടനുണ്ട്. റോയ് ചേട്ടനെ വീടൊക്കെ പോയി കണ്ടതാ. റോയ് ചേട്ടൻ വഴിയാണ് നമുക്കിപ്പോൾ ടിക്കറ്റ് കിട്ടുന്നത്. പക്ഷെ ആ ടിക്കറ്റ് കൺഫേംഡ് അല്ല, വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അപ്പൊ എയർപോർട്ടിൽ പോയി തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടാണ് തിങ്ക് ചെയ്യുന്നത്. സോ ഈ 2 കോംപ്ലിക്കേഷൻസും കൂടെ ഉള്ള ഒരു ട്രിപ്പാണ്. സോ നാളത്തെ വ്ളോഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എന്താ സംഭവിക്കുക? അതെ, സത്യമായിട്ടും നമുക്ക് നേരത്തെ അറിയാൻ പറ്റില്ല, എയർപോർട്ടിൽ പോകുമ്പോഴേ അറിയുള്ളൂ. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഭയങ്കര കൺസെഷൻ ഉള്ള ഒരു ടിക്കറ്റാണ് റോയ് ചേട്ടൻ എടുത്തു തന്നിരിക്കുന്നത്. സോ ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ജേർണി തുടങ്ങുന്നത്. പക്ഷെ സക്സസ് ആയി കഴിഞ്ഞാൽ കുറേ പൈസ ലാഭിക്കാം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ദിവസത്തിൽ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റിയത്, ഇത്രയും ലോങ് ട്രിപ്പ്. ഓക്കെ, ഇപ്പുറത്ത് പിന്നെ എന്തൊക്കെയുള്ള? ഇപ്പുറത്ത് ഒന്നുമില്ല ആക്ച്വലി അല്ലേ? പിന്നെ ഒന്നുമില്ല. പെട്ടി 24 കിലോ ആയി. ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇനി അത് അടുത്തൊരു 5 കിലോ. അത് ഒന്ന് പറഞ്ഞേക്ക്. വേദുവിന് വാങ്ങിയ മരുന്നുകൾ ഇനി നമുക്ക് ഇതുപോലെ കാണിക്കാൻ പറ്റില്ല, എല്ലാം പുതിയ മരുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നതല്ലേ. സോ കുട്ടികളായിട്ട് ട്രാവൽ ചെയ്യുന്നവർക്കുള്ള ഒരു ട്രിപ്പാണ്. അത് എൻഡോജേർമിന് എല്ലാവർക്കും പറ്റും. വയർ അപ്സെറ്റ് ആണെങ്കിലും ആൾക്കാർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഇത് പൊട്ടിച്ച് കുടിച്ചാൽ മതി. പിന്നെ കുട്ടികൾക്ക് വെറ്റ് കോഫ് ആണെങ്കിൽ എംബ്രോയിഡിൽ S. ഡോസേജ് ഒക്കെ ഡോക്ടറിനോട് ചോദിച്ചു കൊടുക്കുക. പിന്നെ ഓബിയസ്ലി പാരസിറ്റമോൾ, ഡോളോ 250 സിറപ്പാണ്. ഓക്കെ, പിന്നെ അതല്ലാതെ ഇതെന്താ പറയുക, അറേഞ്ച് ചെയ്ത് വെക്കാൻ ഇത് ഫാൻസി ഡ്രസ് ഒന്നുമല്ല. ഓക്കെ, പിന്നെ അതല്ലാതെ ഇത് അത്യാവശ്യമാണ്. എപ്പോഴും ഈ തണുപ്പ് സ്ഥലത്ത് പോകുമ്പോൾ റണ്ണി നോസ് കിട്ടും. സോ ഇത് സെലൈൻ സ്പ്രേ എല്ലാ ടൈമിലും ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ കൺജഷൻ ഒക്കെ മാറും. പിന്നെ ഫീവർ പാച്ച് അത് ഇവിടെ കിട്ടുമെന്ന് അറിയില്ല. ഇത് നമ്മുടെ ഐസ് പാക്ക് പോലെ ഇരിക്കും. സോ തലയിൽ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ മെന്തോളും എല്ലാം ഉണ്ട്. സോ പൊതുവെ അവരുടെ മൂക്കടപ്പും മാറും, ഫീവറും മാറാറുണ്ട് മരുന്ന് കഴിക്കാതെ. പിന്നെ എംസെറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ വയർ അപ്സെറ്റ് ആകുമ്പോൾ കുടിക്കാനുള്ള മരുന്നാണ് അത്, എംസെറ്റ്. ഇത്രയാണ് വേദുവിന്റെ. പിന്നെ ബാക്കിയൊക്കെ അതൊക്കെ കാണിച്ചു. എന്തിനാ 2 ഡോൾ? ഒരെണ്ണം മതി. നമ്മൾ എപ്പോഴും വാങ്ങും, എല്ലാം തിരിച്ചു വരുമ്പോ കളയും മരുന്ന്. പൊട്ടിച്ചു കഴിഞ്ഞാൽ 30 ഡേയ്സ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെയുണ്ട്. പൊട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 30 ഡേയ്സിനുള്ളിൽ തീർക്കണം. 1 ഇയർ എക്സ്പയറി വരെ ഇരിക്കും. അപ്പൊ ഇത്രയാണ് മരുന്നുകള്. ഇതാണ് പാക്കിംഗ്. ഞാൻ കാണിച്ചു തരാം. ഇതൊന്നും കാണിക്കാനൊന്നും ഇല്ലല്ലോ. എന്താ പ്രിയ ഇത്? ഞാൻ തായ്ലൻഡിലെ മാത്രമേ വലിക്കുള്ളൂ. അത് കഴിഞ്ഞും പോയി. എല്ലാരും വലിച്ചു തീർത്തു. എനിക്ക് വേണ്ട. പിന്നെ ഇത് കണ്ടോ, ഇത് അത് വേണം, കോഫ് സിൽസ്. പിന്നെ ഇത് വേദുവിന് ഭയങ്കര ഒരു അഡിക്ഷൻ ആണ്. എല്ലാദിന്റെ ഇത് ബാൻഡേഡ് 2 വാങ്ങിച്ചു, സാരിയുടെ 1 വാങ്ങിച്ചു. പിന്നെ സിട്രസിൻ വാങ്ങിച്ചു. മതി, ഇത് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ വേറെ കാര്യം പറയാം. ഈ അവിനോ ഗിവിനോ ഒന്നും എടുക്കണ്ട. അവിടെ എല്ലാ ഹോട്ടൽസും നല്ല ഹോട്ടൽസ് എടുത്തിരിക്കുന്നത്. പ്രിയ വെയിറ്റ് കൂടിയാ യു ഹാവ് ടു പേ. ഞാൻ കൊടുക്കില്ല. സോ ഈ പെട്ടി വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക. 20 കിലോസിൽ കൂടാൻ പാടില്ല കേട്ടല്ലോ.
വേണ്ട, വേദുവിന് ബേബി ക്രീം ഒന്നും വേണ്ട. തണുപ്പാ ആ അവിടെ ഹോട്ടലിലുണ്ടല്ലോ ക്രീംസ്, തികയൂല. തികയും. അത് എത്ര ചോദിച്ചാലും അവർ തരും. പിന്നെ അതെ അതുപോലെ തന്നെ വേദുവിന്റെ കുറച്ച് ടോയ്സ് കൊണ്ടുപോകാനുണ്ട്. ഇത് എൻ്റെ കിറ്റ് ബാഗ് ആണ്, ലൈക്ക് മറ്റേ ഡ്രോണും ഗോപ്രോയും അതൊക്കെ. ബാക്ക് പാക്ക്, എൻ്റെ റേബാൻ മെറ്റ, നമുക്ക് വീഡിയോ പയ്യൊക്കെ ഈസി ആയിട്ട് എടുക്കണമെങ്കിൽ അതും നമ്മുടെ വ്ളോഗിങ്ങിൽ കാണും. പിന്നെ എൻ്റെയും വേദുവിൻ്റെയും കൂടെയാണ് ഈ ഒരു പെട്ടി ഞങ്ങൾ കൊണ്ടുപോകുന്നത്. സോക്സും എല്ലാം വിന്റർ വെയർസ് ആണ്. സോ ഇതാണ് ഞങ്ങളുടെ ഒരു റഫ് പാക്കിംഗ്. അപ്പോൾ പ്രിയയുടെ തൊപ്പികളും കൂടെ കാണിക്കണം. എന്തോ വലിയ ഫാഷൻ സ്റ്റേറ്റ്മെന്റ് ആണെന്ന വിചാരം. കാണിച്ചേക്ക്. എൻ്റെ ആണ് കുറേ തൊപ്പികളുണ്ട്. എന്ത് ഞാനാണ് എപ്പോഴും തൊപ്പി വാങ്ങുന്നത്. എന്നിട്ട് എന്നോട് പറയും എന്തിനാ തൊപ്പി വാങ്ങുന്നത്. കണ്ടോ അതെ, പച്ച. പച്ച അതൊരു ഇറ്റലിന്ന് വാങ്ങിയതാ, ഇറ്റാലിയൻ ടൈപ്പ് ക്യാപ്പ്, ഒരു മോബ്സ്റ്റർ ഗാങ്സ്റ്റർ ടൈപ്പ്. ഇത് മറ്റേത്. ഇത് നമ്മള് സാധാരണ ഡിക്കാത്ലോൺ വാങ്ങിയതാ. ബീനി. ഇത് സ്റ്റൈലിഷ്. ഇതും ഫ്രാൻസ് ഇറ്റലിന്ന് കണ്ടു വാങ്ങിയതാണ്. കണ്ടോ ടാഗ് കൂടെ പൊട്ടിച്ചിട്ടില്ല. എത്ര ജാക്കറ്റ്സിനെയാണ് പൊട്ടിക്കാത്ത അറിയോ. ഇതും നമ്മൾ യൂറോപ്പിൽ നിന്ന് എവിടെ നിന്ന് വാങ്ങിയതാ. ഭയങ്കര ചീപ്പാണ് കേട്ടോ അവിടെ. ഏകദേശം നമ്മുടെ ഒരു 500-600 രൂപയൊക്കെ ഉള്ളൂ. നല്ല തൊപ്പികൾ കിട്ടും. പിന്നെ ഷോളും ഉണ്ട് നല്ലത്. ആ ഷോൾസും ഉണ്ട് കുറെ അടിപൊളി. പക്ഷെ അതിനകത്താകെ ആ കുഴപ്പമില്ല, ജസ്റ്റ് കാണിച്ചല്ലേ ഉള്ളൂ. പിന്നെ ഒരു ചുമപ്പുണ്ട്, അത് അതിന്റെ വൈറ്റ്. ഓക്കെ, പിന്നെന്താ ഇത്. അപ്പൊ മാറി വെക്കാനുള്ള ഇഷ്ടം മാതിരി ഉണ്ട് കേട്ടോ. ഇനി നിങ്ങൾ പ്രിയ ഈ ഫുൾ സീരീസിൽ റിപ്പീറ്റ് ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ പ്രിയനെ തന്നെ പിടിക്കുക. എല്ലാം ഇവിടെ വെച്ച് കാണിച്ചിട്ടുണ്ട്. അതിനാണ് ഇത്രയും വെയിറ്റും ചുമന്നുകൊണ്ട് പോകുന്നത്. ചിലപ്പോ ഇതിന്നൊക്കെ ചിലപ്പോ മാറ്റിട്ട് പോയാലോ ഞാന്. ഏത് എന്നാലും അധികം മാറ്റേണ്ടി വരില്ല. വാങ്ങും. ഓക്കെ, കാർഡ് കവർ ചെയ്യാൻ ബാൻഡ്. പിന്നെ ഇത് നമ്മൾ ആദ്യം വാങ്ങിച്ച തൊപ്പി ഡിക്കാത്ലോണിൽ. ഓക്കെ, സോ ഈ ഗ്ലൗസും ഇതൊക്കെ ഞാൻ ആമസോൺ ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാം ഉണ്ടല്ലോ പ്രിയ ഇവിടെ. എന്നാലും ഗ്ലൗസ് എപ്പോഴും കളഞ്ഞു പോകുന്നതല്ലേ, എക്സ്ട്രാ ഒന്നും ഇരിക്കട്ടെ. ഓക്കെ, അതും വരും നാളെയോ മറ്റന്നാളോ. നാളെ എന്ന് പറയാം, ഇന്ന് നമ്മള് പോവാ. നമ്മള് പോയിട്ട് വരുമ്പോ ഇവിടെ ഇരുന്നോളൂ സാരം. ഓക്കെ, സോ എന്തായാലും ഗൈസ് വെരി വെരി എക്സൈറ്റഡ് ഫോർ അവർ ട്രാവൽ. ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്, അല്ലാതെ ക്രിസ്മസ്, ന്യൂ ഇയർ ഭയങ്കര ഒരു വൈബായിരിക്കും. വേറൊരു കൺട്രിയിൽ ന്യൂ ഇയർ. അതെ, നമ്മൾ കുറെ കാലമായില്ലേ സ്നോയില് ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ ഒന്ന് ആഘോഷിച്ചിട്ട്. ആ കഴിഞ്ഞ വർഷം പോയില്ലല്ലോ. ഇല്ല, ഷോപ്പിന്റെ ആയിരുന്നല്ലോ. അപ്പോ എന്തായാലും നമുക്ക് നാളെ ഫുൾ ഒരു ടെൻസ്റ്റ് വ്ളോഗിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഹോപ്പ്ഫുള്ളി വിൽ ബി സോൾവ്. അതാണ് ഏറ്റവും വലുത്. അല്ല, അത് അടുത്ത രാജ്യത്തിൽ കുഴപ്പമില്ലല്ലോ. പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ടേ ബാക്കി ടെൻഷൻ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും വേഗം പോയി കിടക്കാം. നാളെ വൈകുന്നേരം പാക്ക് ചെയ്ത് ഇവിടുന്ന് ഇറങ്ങുക. ഓക്കെ, സോ എന്തായാലും അവർ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു പാക്കിംഗ് വീഡിയോ കാണിക്കുന്നത്. കാരണം നമ്മൾ ഇത്രയും നല്ലൊരു ട്രാവൽ സീരീസ്, ഇത്രയും വലിയൊരു ട്രാവൽ സീരീസ് ചെയ്തിട്ട് കുറേ ആയി. നമ്മൾ ബിസിനസ് ആവശ്യത്തിനും അതിൻ്റെ കൂടെയുള്ള ട്രാവൽസ് ഒക്കെ ഉള്ളൂ. ഇത് പക്ക ഫോർ വ്ളോഗിങ് ആയിരിക്കും. സോ കുറേ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ കാണും. ഫുഡ്, ഷോപ്പിംഗ്, സൈറ്റ് സീയിങ്, എവറിത്തിങ് വിൽ ബി ദർ ആൻഡ് ലോട്ട്സ് ഓഫ് ഫൺ ആൻഡ് ഹാപ്പിനെസ് ആൻഡ് ലവ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. ബൈ. വേണമെങ്കിൽ തുറന്ന് കാണിച്ചോ. തുറന്ന് നടക്കണ്ടേ.